നിങ്ങളുടെ ടീം ഏതുമാകട്ടെ, അവർ എത്ര ശക്തരുമാകട്ടെ, പക്ഷെ കളിക്കുന്നത് ലയണൽ സ്കലോണിയുടെ അർജന്റീനയോടാണെങ്കിൽ അവസാന വിസിലിന് മുൻപ് വിജയം ആഘോഷിക്കാൻ മുതിരരുത്. കാരണം ആ ആവേശം പിന്നീട് നിങ്ങളുടെ നെഞ്ചു പൊളിക്കുന്ന വലിയൊരു നിരാശയായി മാറും. റഫറിയുടെ വായിൽ നിന്ന് ആ അവസാന വിസിൽ ഉയരുന്നതുവരെ ശ്വാസം അടക്കി പിടിച്ച് പ്രാർത്ഥനയോടെ കാത്തിരിക്കാൻ നിങ്ങൾ പഠിക്കണം. അല്ലാത്ത പക്ഷം തോൽക്കാൻ മനസ്സില്ലാത്ത ആ നീല പടയാളികൾ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ചോരയൊഴുക്കി പോരാടും. ഒടുവിൽ നിങ്ങളുടെ നെഞ്ചകം പിളർന്ന് അവർ ആ നീലക്കൊടി അവിടെ കുത്തിയിറക്കുമ്പോൾ ആ തോൽവിയുടെ വേദന നിങ്ങളെ വിട്ടുമാറില്ല. മത്സരത്തിൻ്റെ 55-ാം മിനിറ്റ് ആൻ്റണി ഗോൾഡൻ നൽകിയ ആ ഗോൾ വിജയ ഗോളാണെന്ന ഓവർ കോൺഫിഡൻസിൽ പ്രതിരോധത്തിൻ്റെ ഓട്ടവാതിലുകൾ അടച്ചുപൂട്ടാൻ തോമസ് ടുഹേൽ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം തീരുമാനമായിരിക്കുമെന്ന്. തങ്ങൾ ജയിച്ചെന്ന അഹങ്കാരത്തിൽ ഇംഗ്ലീഷ് പട നിലയുറപ്പിച്ചു. സ്കലോണി ഒട്ടും കുലുങ്ങിയില്ല. പകരം അദ്ദേഹം തൻ്റെ തന്ത്രങ്ങൾ മാറ്റിമെനഞ്ഞു. ഇംഗ്ലീഷ് കോട്ട തവിടുപൊടിയാക്കാൻ സ്കലോണിയുടെ പടയ്ക്ക് വേണ്ടി വന്നത് വെറും 6.5 മിനിറ്റുകൾ. മത്സരത്തിൻ്റെ 85-ാം മിനിറ്റിൽ ബോക്സിനു പുറത്ത് അൺമാർക്ക്ഡായി നിന്ന എൻസോ ഫെർണാണ്ടസിന് മെസ്സി പന്ത് നീട്ടുന്നു. കണ്ണടച്ചു തുറക്കും മുൻപ് എൻസോയുടെ വലതുകാലിൽ നിന്നും തൊടുത്ത ആ മിസൈൽ ഇംഗ്ലണ്ടിൻ്റെ ഓവർ കോൺഫിഡൻസിൻ്റെ വൻമതിലുകൾ തകർത്ത് വലയിലേക്ക്. സ്കോർ 1-1. അവിടെയും തീർന്നില്ല. ഇഞ്ചുറി ടൈമിൽ കാൽപന്തിൻ്റെ മാന്ത്രിക മിശിഹ വീണ്ടും അവതരിച്ചു. ഇടതുകാൽ കൊണ്ട് ഓമനിച്ച് വലതുകാൽ കൊണ്ട് അളന്നു മുറിച്ച മെസ്സിയുടെ ഒരു മാരക ക്രോസ് ഇംഗ്ലീഷ് ഡിഫൻഡർമാർ നോക്കി നിൽക്കെ മാർട്ടിനസ് വായുവിൽ ഉയർന്നു പൊങ്ങി പന്തിനെ വലയിലേക്ക് ചലിപ്പിച്ചു. എതിരാളികളുടെ അവസാന ശ്വാസവും കുത്തിയെടുക്കുന്ന ക്രൂരമായ വേട്ടയാടൽ. വെറും 6.5 മിനിറ്റുകൾ കൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ 60 വർഷത്തെ കിനാവുകളാണ് അർജന്റീന ചവിട്ടിമെതിച്ചത്. ബെല്ലിംഗ്ഹാം നിരാശയാൽ പച്ചപ്പുല്ലിൽ കിടന്ന് കണ്ണീർ വാർക്കുമ്പോൾ ഇംഗ്ലീഷ് കവികൾക്ക് പാടി നടക്കാൻ മറ്റൊരു മെലോ ഡ്രാമ കഥ കൂടി അവിടെ പിറവിയെടുത്തു. ഫ്രാൻസിനെ തോൽപ്പിച്ചെത്തിയ സ്പെയിനിനെ നേരിടാൻ അർജന്റീന വീണ്ടും ഒരു ലോകകപ്പിലേക്ക് ടിക്കറ്റ് എടുത്തു. അതെ, കാൽപന്തിൻ്റെ ആ മാന്ത്രിക മിശിഹാക്കി വീണ്ടും ഒരു വിശ്വകിരീടത്തിൽ മുത്തമിടാൻ ഇനി വെറും 90 മിനിറ്റുകളുടെ അകലം മാത്രം. ശ്വാസം നിലയ്ക്കുന്ന അവസാന നിമിഷം വരെ നെഞ്ചുവിരിച്ച് പൊരുതി ജയിക്കാനുള്ള ജീവിതത്തിൻ്റെ മഹാപാഠമാണ് ഈ നീലപ്പട അഥവാ അർജന്റീന. കളിദൈവങ്ങൾ കൈവിട്ടെന്ന് കരുതിയിടത്തു നിന്നും വിധിയെപ്പോലും തിരുത്തിക്കുറിച്ച് ആ ചരിത്രം സാക്ഷിയാക്കി 6ാം ലോക കിരീടം നെഞ്ചിലേറ്റാൻ ഇതാ മിശിഹ ഒരുങ്ങിക്കഴിഞ്ഞു.